Guys, welcome back to my channel. I'm Sajit and you're watching Tech Coder Malayalam. Guys, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലഹരി വിമുക്തം എന്നുള്ള ഒരു ആശയത്തിൽ നമ്മൾ ആൻറ്റി ഡ്രഗ് എന്നൊരു ആശയത്തിൽ നമ്മളൊരു ഷോർട്ട് ഫിലിം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് റിലീസ് ചെയ്യുമ്പോൾ ഞാനത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് അറിവിലേക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഷോർട്ട് ഫിലിമിൻ്റെ പേര് തഹ്ദിർ എന്നാണ്. തഹ്ദിർ. ഓക്കെ അത് വന്ന് ഞാൻ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ റിലീസ് ചെയ്യുന്ന ഡേറ്റോ അങ്ങനെ അല്ലെങ്കിൽ റിലീസ് ചെയ്ത ലിങ്കോ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗായ്സ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് തംബ്നെയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മുടെ സാംസങ് M30 എന്നുള്ള ഒരു ഫോണിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് നമ്മുടെ സാംസങ് M30യിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് എന്താണ്, അതായത് അതിൽ കിട്ടുന്ന പ്രോസ് ആൻഡ് കോൺസ് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ വീഡിയോ ഗായ്സ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതാണ് സാംസങ് M30. അപ്പോൾ ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുള്ള ഒരു ഫോണാണ്. വീഡിയോ ഇട്ടിട്ടില്ല, പക്ഷേ ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത ഫോണാണ്. പക്ഷേ നിങ്ങൾക്കായിട്ട് ഒന്നും കൂടി ഈ ബോക്സിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പെട്ടെന്നൊന്ന് അൺബോക്സ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് നമുക്ക് ബോക്സ് വരുന്നത്. നമുക്കിവിടെ M30 എന്നുള്ള ഫോണിൻ്റെ ഒരു പിക്ചറൊക്കെ കൊടുത്ത് M30 എന്നൊക്കെ ഇത് ഭയങ്കര സെറ്റപ്പായിട്ടുള്ളൊരു ഇതിലാണ് നമുക്ക് വരുന്നത്. ബാക്കിൽ നമുക്ക് കാണാൻ പറ്റും ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ, ട്രിപ്പിൾ ക്യാമറ, 5000 mAh ബാറ്ററി എന്നിങ്ങനെ നമുക്ക് കാണാൻ പറ്റും. കേട്ടോ, കുറച്ച് സ്പെക്സ് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് കളർ എഴുതിയിട്ടുണ്ട്, പ്രൈസ് എഴുതിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിനൊന്ന് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. നമ്മൾ ബോക്സ് തുറന്നുടനെ നമുക്ക് വരുന്നത് ഫോണാണ്. ഫോൺ നമുക്കൊരു സൈഡിലേക്ക് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോണിനെ നമുക്കൊരു സൈഡിലേക്ക് വെക്കാം. അതിനുശേഷം നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. ഫോണിന് ശേഷം നമുക്കൊരു ഇതാണ് കിട്ടുന്നത്, ഒരു ബോക്സ്, ചെറിയൊരു ബോക്സാണ്. ഐ മീൻ കേസാണെന്ന് തോന്നുന്നു. ഓക്കെ, കേസ് അല്ല, കുറച്ച് പേപ്പേഴ്സാണ്. അതായത് വാറണ്ടി കാർഡ്സ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ തോന്നും, യൂസർ മാനുവൽസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് തോന്നും. ഓക്കെ, അതിനെ നമുക്കൊരു സൈഡിലേക്ക് വെക്കാം. അതിനുശേഷം നമുക്കൊരു USB ടൈപ്പ് സി പോർട്ടുള്ള ഒരു ചാർജിങ് കേബിളാണ് കിട്ടുന്നത്. ടൈപ്പ് സി ആണത്. അതൊരു നല്ല കാര്യമാണ്. നമുക്ക് ഇപ്പോഴുള്ള ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ, അതായത് ഒരു 15K ബഡ്ജറ്റിന് നമുക്ക് ഒരു ടൈപ്പ് സി കിട്ടുക എന്നുള്ളതൊക്കെ ഭയങ്കര നല്ല കാര്യമാണ്. അപൂർവം എന്നല്ല, പക്ഷെ നല്ലൊരു കാര്യമാണ്. ടൈപ്പ് സി ഉൾപ്പെടുത്തിയത്, സാംസങ് ഉൾപ്പെടുത്തിയത് ഭയങ്കര നല്ല കാര്യമാണ്. പിന്നെ നമുക്കൊരു ചാർജിങ് അഡാപ്റ്ററാണ് നമുക്കിതിൽ കിട്ടുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാർജിങ് അഡാപ്റ്ററാണ് കിട്ടുന്നത്. നമ്മുടെ സാംസങ് M30 എന്ന ഫോണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5000 mAh ബാറ്ററി ഉള്ള ഒരു ഫോണാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഫോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, കുറച്ച് മുമ്പേ തന്നെ പറഞ്ഞു, ഞാൻ ഫോണൊന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഫോൺ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. നമുക്ക് കാണാം, ഉണ്ടോ, നമുക്കൊരു ഭയങ്കര ഒരു ക്ലാസി ലുക്കിലൂടെയാണ് നമുക്ക് ഈ ഫോൺ വരുന്നത്. നമുക്ക് അത് പിടിക്കുമ്പോഴും ഭയങ്കര ഒരു വെയ്റ്റ്ലെസ്, അത്രയും വെയിറ്റ് ഒന്നും ഇല്ല. നമ്മുടെ 5000 mAh ബാറ്ററീൻ്റെ വെയിറ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര ഒരു ലുക്കോടുകൂടെ നമുക്കൊരു സൂപ്പർ അമോലഡ് ഡിസ്പ്ലേ ആണ് നമുക്കിതിൽ കിട്ടുന്നത്. നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ഫോണിൽ പറയുമ്പോൾ, അതൊരു സൂപ്പർ അമോലഡ് ഡിസ്പ്ലേയുടെ കൂടെയാണ് നമ്മുടെ സാംസങ് M30 എന്നുള്ള ഫോൺ വരുന്നത്. നമുക്ക് ഫ്രണ്ട് സൈഡിൽ നമുക്കൊരു വാട്ടർ ഡ്രോപ്പ് നോച്ച് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു ചെറിയൊരു നോച്ച്, വെറിയൊരു ഡോട്ട് നോച്ചിൽ നമുക്ക് സാംസങ് ഇവിടെ ഒതുക്കിയിരിക്കുകയാണ്. നമ്മുടെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒക്കെ ഭയങ്കര കമ്മിയാണ്. എന്താ പറയുക, വളരെ കുറച്ച് ഒരു ചെറിയൊരു ബെസൽ മാത്രം നമുക്ക് അടിയിൽ ചെറുതായിട്ടൊന്ന് കാണാൻ പറ്റും. അത് നമുക്ക് അത്ര കാര്യമായിട്ട് എടുക്കേണ്ട ഒരു ബെസലൊന്നുമല്ല. നമുക്ക് ഇതിന് റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വോളിയം റോക്കേഴ്സും പവർ ബട്ടനുമാണ് കിട്ടുന്നത്. അവിടെ അത്രേ കിട്ടുന്നുള്ളൂ. നമുക്ക് മേലേക്ക് നോക്കാം. മോളിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു നോയ്സ് കൺസലേഷൻ മൈക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു നോയ്സ് കൺസലേഷൻ മൈക്ക് മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ നമുക്കിവിടെ ഒരു സിം ട്രേ ആണ് കിട്ടുന്നത്. സിം ട്രേ നമുക്ക് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഉള്ള ഒരു സിം ട്രേ ആണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് 512 GB വരെ നമുക്ക് ഇതിൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നിങ്ങൾ
നമുക്ക് കാണാം ഇവിടെ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്, നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഉണ്ട്, 2 സിം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് നമുക്ക് ഡുവൽ വോൾട്ട് സപ്പോർട്ട് തരുന്ന ഒരു ഫോണാണ് നമ്മുടെ സാംസങ് M30. നമുക്ക് 2 സിമ്മിലും വോൾട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ബാക്കിലേക്ക് വരാം. ബാക്കിൽ നമുക്ക് നമ്മുടെ ക്യാമറ, നമ്മുടെ ഫോണിൻ്റെ മെയിൻ ഫീച്ചർ ക്യാമറ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ട്രിപ്പിൾ ക്യാമറയാണ് നമുക്കിതിൽ കിട്ടുന്നത് വിത്ത് ആൻ LED ഫ്ലാഷ് ആണ് നമുക്കിതിൽ കിട്ടുന്നത്. 13 MB + 5 MB + 5 MB എന്ന റേഞ്ചിൽ നമുക്ക് ഇതിൽ ക്യാമറ വരുന്നുണ്ട്. ഒരു വൈഡ് ആംഗിൾ ലെൻസ് 123 ഡിഗ്രിയുള്ള ഒരു വൈഡ് ആംഗിൾ ലെൻസോട് കൂടിയാണ് നമുക്ക് ഈ ഫോൺ വരുന്നത്. വിത്ത് നമുക്കൊരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. താഴെ നമുക്ക് ഒരു സ്പീക്കർ വരുന്നുണ്ട്, ടൈപ്പ് സി ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, ഒരു ഓഡിയോ ജാക്ക് വരുന്നുണ്ട്, 3.5 mm ജാക്കിൻ്റെ ഒരു കാർഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ പറയുകയാണെങ്കിൽ നമുക്ക് ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെയ്റ്റ്ലെസ് ആയ ഒരു ഫോൺ നമുക്കൊരു ഗ്രേഡിയൻ ഫിനിഷിലാണ് നമുക്ക് വരുന്നത്. 2 കളർ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു ഗ്ലോസി ബ്ലൂവും വിത്ത് ഒരു ബ്ലാക്ക്, ഒരു ഗ്രേഡിയൻ ഫിനിഷിലാണ് നമുക്ക് ഈ ഫോൺ വരുന്നത്. ഒരു ഡോട്ട് നോച്ചോട് കൂടെയാണ് വരുന്നത്. ഭയങ്കര കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ലുക്ക് നമുക്കിതിൽ ഫീൽ ചെയ്യാൻ പറ്റും. വലിയൊരു കുഴപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഫോണിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസിലേക്ക് കിടക്കാം ഗായ്സ്. അപ്പോൾ നമ്മളതിൻ്റെ ഫസ്റ്റ് പ്രോസിലേക്ക് കിടക്കാം. പ്രോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ആണ് ഗായ്സ്. ഡിസ്പ്ലേ നമുക്ക് അസാധ്യമായ ഒരു ഡിസ്പ്ലേ ആണ്. കാരണം സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ നമുക്ക് ഇപ്പോൾ നമ്മൾ വെയിലത്തൊക്കെ നമ്മൾ പോയി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഡേ ലൈറ്റിലൊക്കെ ഭയങ്കര ഒരു പെർഫോമൻസ് തരുന്ന ഒരു ഫോണിൻ്റെ ഒരു സ്ക്രീനാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഒരു സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ നമുക്ക് സാംസങ്ങിൻ്റെ ഒരു വലിയൊരു അപ്ഡേറ്റ് തന്നെയാണ് നമുക്ക് ഇതിൽ വേണമെങ്കിൽ പറയാൻ പറ്റും. നമുക്ക് ഈ ഫോണിലൂടെ സാംസങ് കൊണ്ടുവന്നിരിക്കുന്ന സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ മാസീവ് ആയിട്ടുള്ള ബാറ്ററി നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല സാറ്. കാരണം നമുക്കിതിൽ 5000 mAh ഒരു മാസീവ് ബാറ്ററിയാണ് കിട്ടുന്നത്. നമുക്ക് 2 days വരെ ലോങ് ചെയ്യുന്ന ഒരു ബാറ്ററിയാണ് ഈ ബാറ്ററി. ഈ ഫോണ് ക്വിക്ക് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ്. ക്വിക്ക് ചാർജിങ് നിങ്ങൾക്ക് ക്വിക്ക് ചാർജർ, അതായത് ഈ ഫോണിൻ്റെ ചാർജർ, ഫാസ്റ്റ് ചാർജർ നിങ്ങൾക്ക് ബോക്സിലൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് റെഡ്മി നോട്ട് 7 പ്രോയിലേക്ക് നമുക്ക് നോക്കാം. റെഡ്മി നോട്ട് 7 പ്രോയിൽ നമുക്ക് പക്ഷേ QC4 സപ്പോർട്ടിങ് ഉണ്ട്. പക്ഷേ അതിൽ നമുക്ക് ചാർജർ ഫാസ്റ്റ് ചാർജർ അവർ തരുന്നില്ല. സാധാ ഒരു ഫാസ്റ്റ് ചാർജർ അല്ലാത്ത ഒരു ചാർജറാണ് നമുക്ക് തരുന്നത് തന്നെ. അപ്പോൾ ഇത്രയും പ്രൈസ് റേഞ്ചിൽ സാംസങ് ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 5000 mAh ബാറ്ററിയും പിന്നെ ഫാസ്റ്റ് ചാർജർ നമുക്ക് ബോക്സിൽ തരുന്നതും വളരെ വലിയൊരു കാര്യമാണ് ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക്. പിന്നെ ഈ ഫോണിൻ്റെ അടുത്ത മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും 3 ക്യാമറയാണ്. ട്രിപ്പിൾ ക്യാമറയാണ് നമുക്കിത് പറയുന്നത്. 13 MB + 5 MB + 5 MB, അതായത് 13 MB സാധാ നമ്മൾ ഓട്ടോ ഷൂട്ടറും 5 MB ഡെപ്ത് സെൻസിങ് ക്യാമറയും പിന്നെ 5 MB നമുക്ക് ഒരു വൈഡ് ആംഗിൾ, അതായത് 123 ഡിഗ്രി വരെ വൈഡ് ആംഗിൾ ഷൂട്ട് നമുക്ക് ചെയ്യാനായിട്ട് ഈ ഫോണിൽ നമുക്ക് കഴിയും ഗൈസ്. സെൽഫി ഷൂട്ടറായിട്ട് നമുക്ക് സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നത് 16 MB ഒരു സെൽഫി ക്യാമറയാണ്. ഓക്കെ, പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ 3 കാർഡ് സ്ലോട്ട് കിട്ടും, അതായത് ട്രിപ്പിൾ സ്ലോട്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് നമുക്ക് ഈ ഫോണിൽ അവൈലബിൾ ആണ്. നമ്മൾ ഈ ഫോണിലൂടെ നമുക്ക് നമ്മുടെ സ്റ്റോറേജ്, നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് സ്റ്റോറേജ് പോരാ എന്ന് തോന്നുമ്പോൾ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സാംസങ് ഇതിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ നോട്ട് 7 നോക്കുകയാണെങ്കിൽ, നോട്ട് 7 പ്രോയിലൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ വരെ നമുക്ക് ഹൈബ്രിഡ് സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു നല്ലൊരു കാര്യമാണ്. നമുക്കത് സാംസങ്ങിൻ്റെ ഒരു വലിയൊരു പ്രോസിൽ നമുക്കത് കൂട്ടാനായിട്ട് പറ്റും. നമുക്ക് അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് സി പോർട്ട് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ഈ USB-ക്ക് പകരമായിട്ട് നമുക്ക് സാംസങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ടൈപ്പ് സി ഒരു പോർട്ടാണ്. പക്ഷെ റെഡ്മിയിൽ കിട്ടുന്നുണ്ട്, റെഡ്മി നോട്ട് 7 പ്രോയിൽ കിട്ടുന്നുണ്ട്, ടൈപ്പ് സി പോർട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ സാംസങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടൈപ്പ് സി പോർട്ട്. നമുക്കൊരു ഭയങ്കര ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടാൻ പറ്റുന്ന ഒരു മാക്സിമം ആണ് ഇതിൻ്റെ ടൈപ്പ് സി കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി പോർട്ട് Exynos 7904 എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ് നമുക്ക്, ഒരു ചിപ്സെറ്റ് ആണ് നമുക്ക് ഈ ഫോണിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. സാംസങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു അപ്ഗ്രേഡ് തന്നെയാണ് Exynos 7904 എന്ന് പറയുന്ന ചിപ്സെറ്റ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതേ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിതിൽ ഇത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കാരണം നമുക്ക് ഒരു 15K ബഡ്ജറ്റിൽ നമുക്ക് റെഡ്മി നോട്ട് 7 നമുക്ക് 675, അതായത് സ്നാപ്ഡ്രാഗൺ 675 എന്നുള്ള പ്രൊസസ്സർ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്ക് പ്രൊസസ്സർ നമുക്ക് രണ്ടാമത്തെ എടുത്ത് പറയാൻ പറ്റിയൊരു കാര്യമാണ്, വീക്ക്നെസ് ആയിട്ട് നമുക്ക്
പറയാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ ഫോണിൻ്റെ. നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നത് ആൻഡ്രോയിഡ് 8.1 എന്ന ഓറിയോ വേർഷനാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഇത്രയും 15K ബഡ്ജറ്റിനടുത്ത് നമുക്ക് ഇപ്പോൾ വന്നിട്ട് നോട്ട് 7 പ്രോയില് നമുക്ക് അത്രയും നല്ലൊരു നോട്ട് 7 പ്രോയില് നമുക്ക് ആൻഡ്രോയിഡിൻ്റെ പൈ വേർഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് കിട്ടുന്നത് ആൻഡ്രോയിഡ് 8.1 ഓറിയോ എന്നുള്ളതാണ്. പക്ഷേ ഓവറോൾ പെർഫോമൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒരു യൂസേജ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഫോൺ ഭയങ്കര ഒരു വളരെ ഈ കുറ്റങ്ങളൊന്നും നമുക്ക് എടുത്തു പറയാൻ തക്ക ഉള്ളതല്ല. ഓക്കെ, നമ്മളൊരു ആവറേജ് യൂസേഴ്സിനുള്ളതാണെങ്കിൽ, നമുക്ക് ക്യാമറ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അധികം ഗെയിം കളിക്കാത്ത ഒരു ആൾ ആണെങ്കിൽ നമുക്ക് ഈ ഫോൺ കുഴപ്പമില്ല. നമുക്ക് പൈ വേർഷൻ നമുക്ക് ഇതിൽ അടുത്ത അപ്ഡേറ്റിൽ വരും എന്നാണ് സാംസങ് അവകാശപ്പെടുന്നത്. പക്ഷേ സാംസങ്ങിൻ്റെ കാര്യമായാലും നമുക്കത് എപ്പോൾ വരും എന്നുള്ളത് നമുക്കത്ര തീർച്ച അല്ല. ഓക്കെ, ഒരു ഡേറ്റ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. ആവറേജ് യൂസേഴ്സിന് മാത്രം ഞാൻ ഈ ഫോണ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു ഗെയിമേഴ്സിനൊക്കെ ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് തികച്ചും, അതായത് ഒരു റെഡ്മി നോട്ട് 7 പ്രോ എന്നുള്ള ഒരു ഫോൺ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 675 സ്നാപ്ഡ്രാഗണിൻ്റെ പ്രൊസസ്സർ വെച്ചിട്ടുള്ള ഒരു ഫോൺ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. കിട്ടുമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ അത് അൺബോക്സ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഫോണിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വീഡിയോ അതായത് ഈ പ്രോസ് ആൻഡ് കോൺസ് കേട്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈ ഫോൺ വാങ്ങണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഈ ഫോണിൻ്റെ എല്ലാ കാര്യങ്ങളും. ഈ ഫോണിൽ കുറച്ച് ക്യാമറ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമുക്ക് ഈ ഫോൺ വേണമെങ്കിൽ ഒരു കോമ്പറ്റീറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഗായ്സ്. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. ടിൽ ദെൻ ടാറ്റാ.